Hi students, today we discuss about salt analysis in plus 2 chemistry practical. Okay. അപ്പോൾ ഈ വർഷം ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾക്ക് അല്ലേ? എന്താണ്? സാൾട്ട് അനാലിസിസ് ചെയ്യേണ്ട പ്രൊസീജിയറും അതിന്റെ സിസ്റ്റമാറ്റിക് അനാലിസിസും മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ചിലപ്പോൾ എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് അനാലിസിസ് എഴുതേണ്ടത് എന്നാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ, അപ്പോൾ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരിക്കും. Analyze the given salt and identify and confirm systematically the anion and cation present in it. Score 60. Okay. അപ്പോൾ 16 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? നിങ്ങൾ അനലൈസ് ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടത്? സിസ്റ്റമാറ്റിക്കലി ആനിയോണും കാറ്റിയോണും ഏതാണെന്ന് എഴുതണം. അതായത് നിങ്ങൾക്ക് ടീച്ചർ തരും, നിങ്ങൾ എഴുതേണ്ടത് ഏത് സോൾട്ട് അനാലിസിസ് ആണെന്ന് തരും. സാധാരണ നമ്മൾ എന്താ ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു, സോൾട്ട് എടുക്കുന്നു, സൊല്യൂഷൻ ഒഴിക്കുന്നു, പുക വരുന്നു, കണ്ടുപിടിക്കുന്നു അല്ലേ? അങ്ങനെയാണ്. അതൊന്നും ചെയ്യണ്ട. നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നിട്ട് ടീച്ചർ പറയുന്ന സോൾട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പം നമ്മൾ സോൾട്ട് അനാലിസിസ് ചെയ്യുമ്പം നമ്മൾ റിയേജൻസ് എടുക്കുന്ന ബോട്ടിലൊക്കെ മാറി മാറി ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ പ്രാവശ്യം അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. അത് കാണാതെ പഠിച്ച് എഴുതാം. പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാവും ഇതിൻ്റെ സ്കീം അല്ലേ? സ്കീം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് വായിക്കുമ്പോൾ ഇനി കുറേ ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ എന്താ ചെയ്യണ്ടേ? അത് വളരെ ഷോർട്ടാക്കി നിങ്ങൾ പഠിക്കുക. ഓക്കെ. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലായിക്കോളൂ. പിന്നെ കോമൺ ആയിട്ടും നിങ്ങൾക്ക് സാൾട്ട് അനാലിസിസ് ചോദിക്കുന്നത് ഈ ആനിയോൺസും ഈ കാറ്റയോൺസും ആയിരിക്കും. ഓക്കെ. ഈ ആനിയോൺസും ഈ കാറ്റയോൺസും ആയിരിക്കും. നോക്കാം. കാർബണേറ്റ്, അസറ്റേറ്റ്, ക്ലോറേറ്റ്, നൈട്രേറ്റ്. ഇതെല്ലാം ആനിയോണും ഉണ്ടല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ? പക്ഷെ സിമ്പിളാണ് കേട്ടോ. ഈ 4 ആനിയോണും ചോദിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. കാറ്റയോൺ നോക്കിക്കേ, 6 ഗ്രൂപ്പ് നമുക്ക് അനലൈസ് ചെയ്യാനുണ്ട് അല്ലെ? കാറ്റയോണ് ആ 6 ഗ്രൂപ്പിൽ ഈ 4 എണ്ണമേ മിക്കവാറും ചോദിക്കും. പിന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ കെമിസ്ട്രി ഉള്ള ടീച്ചേഴ്സ് നിങ്ങൾക്ക് ചില ക്ലൂ ഒക്കെ തന്നിട്ടുണ്ടാവും ഏതൊക്കെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇത് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചോളാം. കോമൺ ആയിട്ട് ഇത് 4 ആയിരിക്കും ഇപ്രാവശ്യം ചോദിക്കാമെന്ന് കേൾക്കുന്നു. ഏതൊക്കെയാ? അമോണിയം ഏത് ഗ്രൂപ്പാ? 0th ഗ്രൂപ്പ്. ലെഡ് ഏത് ഗ്രൂപ്പാണ്? 1st ഗ്രൂപ്പ്. അലൂമിനിയം ഏത് ഗ്രൂപ്പ്? 3rd ഗ്രൂപ്പ്. മഗ്നീഷ്യം 6th ഗ്രൂപ്പ്. ഓക്കെ. അപ്പം ഇത് 4 കാറ്റയോണും ഈ 4 ആനിയോണുമാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം ഞാൻ ഇതിലൊരു എക്സാമ്പിൾ എടുത്ത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് അനാലിസിസ്, അതാണ് ആവശ്യം കേട്ടോ. സിസ്റ്റമാറ്റിക് അനാലിസിസ് അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്കീം എങ്ങനെയാണോ അതേ ഓർഡറിൽ പഠിച്ച് അതേ ഓർഡറിൽ എഴുതുക. അതാണ് സിസ്റ്റമാറ്റിക് അനാലിസിസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഞാനിപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് കിടക്കുന്ന ആനിയോണും ഇവിടെ കിടക്കുന്ന അലൂമിനിയം. കാരണം ടീച്ചേഴ്സിനോട് നിങ്ങളൊന്ന് ചോദിക്കാം, ടീച്ചർ ഏതൊക്കെ വരാം എന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അതൊക്കെ നന്നായിട്ടൊന്ന് പഠിച്ചോളാം. അപ്പം ഞാൻ അലൂമിനിയം നൈട്രേറ്റ് എനിക്ക് ടീച്ചർ തന്നിരിക്കുന്ന സോൾട്ട് അലൂമിനിയം നൈട്രേറ്റ് ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ അനലൈസ് ചെയ്ത് എഴുതണം. അതാണ് ഞാനിപ്പം ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? സോൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. നമ്മുടെ ആൻസർ ഷീറ്റിൽ സോൾട്ട് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞാനിവിടെ സൈഡ് ഹെഡിങ് ആയിട്ട് അനാലിസിസ് ഓഫ് ആനിയോൺസ് എന്ന് എഴുതാൻ പോവാണേ. അനാലിസിസ് ഓഫ് ആനിയോൺസ്, അനാലിസിസ് ഓഫ് ആനിയോൺസ് എഴുതുന്നു, അണ്ടർലൈൻ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളൊരു സ്കെയിലൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതല്ല, സ്കെയിലൊക്കെ വെച്ചൊരു വൃത്തിക്ക് 3 കോളം വരയ്ക്കുന്നു. ഇവിടെ വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ലേ? ആദ്യത്തെ കോളത്തിൽ എക്സ്പെരിമെന്റ്. ഓക്കെ. രണ്ടാമത്തെ കോളത്തിൽ ഒബ്സർവേഷൻ. മൂന്നാമത്തെ കോളത്തിൽ ഇൻഫറൻസ്. ഓക്കെ. ഇതാണ് നമ്മുടെ 3 കോളം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എക്സ്പെരിമെന്റ് അല്ലെ? ഫസ്റ്റ് എക്സ്പെരിമെന്റ് എഴുതാം. അപ്പോൾ ആനിയോൺസിന്റെ അനാലിസിസ് പഠിക്കുമ്പോൾ അത് ആ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. ആദ്യം എന്താണ്?
കാർബണേറ്റ്, രണ്ടാമത് അസറ്റേറ്റ്, തേർഡ് വൺ ക്ലോറൈഡ് ആൻഡ് ഫോർത്ത് വൺ നൈട്രേറ്റ് അല്ലേ. അത് 4 എണ്ണമാണ്. അപ്പോൾ അത് ആ ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മളിപ്പോൾ ചെയ്യുമ്പം നമുക്ക് ആദ്യത്തെ ടെസ്റ്റ് എന്താ, ഡൈല്യൂട്ട് HClന്റെ ടെസ്റ്റാണ് അല്ലേ. നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ പറയാം. നിങ്ങൾ പഠിക്കുമ്പം അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്കീമിൽ ഇങ്ങനെ ടു എ ലിറ്റിൽ ഓഫ് ദ സാൾട്ട് സൊല്യൂഷൻ ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ് ടു ഇറ്റ് എന്നൊക്കെ പറഞ്ഞായിരിക്കും. പക്ഷെ അപ്പോൾ എന്താ, നിങ്ങൾക്ക് റിയേജൻ്റ് ഏതാണെന്ന് പഠിച്ചാൽ എഴുതുമ്പം അതെങ്ങനെ എഴുതേണ്ടത് നിങ്ങൾക്കറിയായിരിക്കും. അതായത് ഇവിടെ ഞാനൊന്ന് ജസ്റ്റ് എഴുതേ. ഒന്നാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് HCl, രണ്ടാമത്തത് ഡൈല്യൂട്ട് H2SO4, ഓക്കെ. മൂന്നാമത്തത് കോൺസെൻട്രേറ്റഡ് H2SO4 പ്ലസ് NH4OH മുക്കിയ ഗ്ലാസ് റോഡിൽ കാണിക്കുന്നു. നാലാമത്തത് കോൺസെൻട്രേറ്റഡ് H2SO4 പ്ലസ് പേപ്പർ ബോൾ, ഓക്കെ, പേപ്പർ ബോൾ. ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പോൾ ബ്രിസ്ക് എഫർവസൻസ് എന്താ, ഇൻഫറൻസ് എന്താ, പ്രസൻസ് ഓഫ് കാർബണേറ്റ്. ഡൈല്യൂട്ട് H2SO4 ഒഴിക്കുമ്പം സ്മെൽ ഓഫ് അസറ്റേറ്റ്, സോറി വിനീഗർ സ്മെല്ല്, അപ്പോൾ പ്രസൻസ് ഓഫ് അസറ്റേറ്റ്. കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിക്കുക, എന്നിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡിൽ മുക്കിയ ഗ്ലാസ് റോഡ് ആ എന്താ പറയുക ടെസ്റ്റ് ട്യൂബിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പോൾ എന്താ ഒരു വൈറ്റ് ഫ്യൂംസ് അല്ലേ, വെളുത്ത പുക വരും. അങ്ങനെയാണെങ്കിൽ അതെന്താണ്, ക്ലോറൈഡ് ആണ്. പിന്നെ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പേപ്പർ ബോൾ ഇട്ട് നോക്കുമ്പോൾ ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ അതെന്താണ്, നൈട്രേറ്റ് ആണ്. ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചില്ലേ, അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അല്ലാണ്ട് നിങ്ങൾ ആ സെൻറ്റൻസ് മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കല്ലാണ്ട് ഈ റിയേജൻസ് ഇവിടെ ഉണ്ടാകുന്ന ഒബ്സർവേഷൻ ഇവിടെ എന്തൊക്കെയാണ് കിട്ടുന്നത് ആ കാര്യങ്ങൾ മാത്രം നിങ്ങളൊരു ചെറിയ പേപ്പറിൽ എഴുതി കൊണ്ടുപോകാനല്ല, എഴുതി പഠിക്കുക. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മറന്നു പോയില്ല. നിങ്ങൾ ഇതിങ്ങനെ ഓർഡറിൽ പഠിച്ചു, ഇവിടുത്തെ ഓർഡറിൽ പഠിച്ചു, ഇവിടെ ഓർഡറിൽ പഠിച്ചു. നിങ്ങൾ എക്സാമിന് ആൻസർ പേപ്പറിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എഴുതിക്കൂടെ, ടു എ ലിറ്റിൽ ഓഫ് ദ സാൾട്ട് സൊല്യൂഷൻ ഡൈല്യൂട്ട് HCl ഈസ് ആഡഡ്. എന്താ ഇവിടെ വരുന്നത്, ബ്രിസ്ക് എഫർവസൻസ് വിത്ത് ഇവോല്യൂഷൻ ഓഫ് കളർലെസ് ഓർഡർലെസ് ഗ്യാസ്, പ്രസൻസ് ഓഫ് കാർബണേറ്റ് കൺഫേംഡ്. അല്ലെങ്കിൽ എന്താ, കിട്ടിയില്ലെങ്കിൽ നമുക്ക് കാർബണേറ്റ് അല്ല വേണ്ടത്, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ അല്ലേ, നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. അടുത്തെന്താ, ഡൈല്യൂട്ട് H2SO4 അല്ലേ. വെൻ എന്താ എഴുതേണ്ടത്, വാച്ച് ഗ്ലാസ്സിലാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ചെയ്യേണ്ടാത്തതുകൊണ്ട് പ്രശ്നമില്ല അല്ലേ. ലിറ്റിൽ ഓഫ് ദ സാൾട്ട് ഈസ് റബ്ഡ് വിത്ത് ഡൈല്യൂട്ട് H2SO4 അല്ലേ, അതാ ഇവിടെ ചെയ്യേണ്ടത്. ദെൻ ഒബ്സർവേഷൻ എന്താ, വിനീഗർ സ്മെല്ല്, പ്രസൻസ് ഓഫ് അസറ്റേറ്റ്, അസറ്റേറ്റ് അല്ലെങ്കിൽ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്. അടുത്തത് കോൺസെൻട്രേറ്റഡ് H2SO4, ടു എ ലിറ്റിൽ ഓഫ് ദ സാൾട്ട് സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് H2SO4 ഈസ് ആഡഡ് ടു ഇറ്റ്. എന്നിട്ട് എന്താ ചെയ്യാം, ഒബ്സർവേഷൻ ഒരു പണിയും കൂടി ഉണ്ട്. എന്താ, when a glass rod dipped in ammonium hydroxide NH4OH is shown in the mouth of the test tube, then evolution of a colorless odorless gas അല്ലെങ്കിൽ white fumes is evolved, then presence of chloride. ഇല്ലെങ്കിൽ ക്ലോറൈഡ് അല്ല നമുക്ക് തന്നിരിക്കുന്നെങ്കിൽ എന്താ, നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ്. ദെൻ അടുത്തത് ഫൈനൽ എന്താ പറയണ്ടേ, ടു എ ലിറ്റിൽ ഓഫ് ദ സാൾട്ട് സൊല്യൂഷൻ കോൺസെൻട്രേറ്റഡ് H2SO4 is taken to it and a small paper ball is dipped in it അല്ലേ. എന്നിട്ട് ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഹീറ്റ് ദ സൊല്യൂഷൻ. ദെൻ എന്താ വരിക, റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഈസ് ഇവോൾവ്ഡ്. അങ്ങനെയാണെങ്കിൽ നൈട്രേറ്റ്. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന സാൾട്ട് എന്താ, അലൂമിനിയം നൈട്രേറ്റ് ആണ്. അപ്പോൾ ഞാൻ എഴുതുവാണേ, ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി എഴുതുന്നത്. അപ്പം ആദ്യത്തെ ടെസ്റ്റ് എന്തായിരുന്നു, ഡൈല്യൂട്ട് HCl. അപ്പോൾ എനിക്ക് നൈട്രേറ്റാണ് കിട്ടിയത്. നൈട്രേറ്റ് കിട്ടിയതുകൊണ്ട് ഇവിടെയാണ് എനിക്ക് പ്രസൻസ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ എഴുതാം, നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് കാർബണേറ്റ്. ഓക്കെ, രണ്ടാമത്തെ ടെസ്റ്റ് ഞാൻ എഴുതി, മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എഴുതണേ. എന്താ, the salt is taken in a wash glass and dilute H2SO4 is added to it and it rub. അപ്പോൾ ഇവിടെ എനിക്ക് നൈട്രേറ്റ് ആയതുകൊണ്ട് ഇവിടെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ എഴുതണേ, വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ പോരാ. ആബ്സെൻസ് ഓഫ് അസറ്റേറ്റ്. അടുത്തതും
ഇതേപോലെ കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിക്കുന്നു, എന്നിട്ട് NH4 ഒഴിച്ച് നോക്കിയ ഗ്ലാസ് റോഡ് കാണിക്കുന്നു, വൈറ്റ് ഫ്യൂംസ് വരുന്നു, അതെല്ലാം എഴുതണം. അപ്പോൾ നോ ക്യാരക്ടറിസ്റ്റിക്, സോറി വൈറ്റ് ഫ്യൂംസ് വരുന്നില്ല, അപ്പോൾ നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ, ആബ്സെൻസ് ഓഫ് ക്ലോറൈഡ്. ഓക്കെ, അടുത്തത് കോൺസെൻട്രേറ്റഡ് H2SO4 ഒഴിച്ച് ഒരു പേപ്പർ ബോൾ ഇടുക. അപ്പോൾ എന്താ വരേണ്ടത്? എനിക്ക് നൈട്രേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ഇവിടെ എനിക്ക് വരണം അല്ലേ? എന്താ വരുന്നത്? ഒരു റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഈസ് ഇൻവോൾവ്ഡ്. റെഡിഷ് ബ്രൗൺ ഗ്യാസ് ഈസ് ഇൻവോൾവ്ഡ്. Presence of nitrate. Presence of nitrate. ഓക്കെ, അപ്പോൾ എനിക്ക് അനാലിസിസ് ഓഫ് ആനോൺസ് ചെയ്തപ്പോൾ നൈട്രേറ്റ് ആണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഐഡൻറ്റിഫൈ ചെയ്തതേ ഉള്ളൂ. ഇനി ഞാൻ എന്ത് ചെയ്യണം? കൺഫേം ചെയ്യണം അല്ലേ? അപ്പോൾ ആനോൺ ഏതാണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താ എഴുതണ്ടേ? കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺ. ആനയോണിന് കൺഫർമേറ്ററി ടെസ്റ്റ് ഒരെണ്ണം എഴുതിയാൽ മതി കേട്ടോ, ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ഇത്ര എഴുതി, അതിനുശേഷം നെക്സ്റ്റ് എന്ത് ചെയ്താൽ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ആനയോൺസ് എഴുതിയിട്ട് ആനയോണിൻ്റെ ഏതെങ്കിലും ഒരു നൈട്രേറ്റിൻ്റെ ഏതെങ്കിലും ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് എഴുതാം. ഓക്കെ, നൈട്രേറ്റിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഏതാ? ബ്രൗൺ റിംഗ് ടെസ്റ്റ്. അതാണ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്യുന്നതും പറയുന്നതും. അപ്പം അതാണ് നമ്മൾ എഴുതേണ്ടത്. വൈവേലൊക്കെ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അനാലിസിസ് ഓഫ് ആനയോൺസ് ഉള്ള അതെല്ലാം ഞാൻ വായിച്ചു. ഇപ്പം ഞാൻ വേറെ വരയ്ക്കുന്ന ഫോളാണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ നൈട്രേറ്റ്, കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ നൈട്രേറ്റ് എന്ന് ഞാൻ എഴുതി. ഓക്കെ, എന്നിട്ട് ഇതേപോലെ തന്നെ 3 കോളം എന്താ എഴുതുന്നത്? ബ്രൗൺ റിംഗ് ടെസ്റ്റ് ആണ്. ബ്രൗൺ റിംഗ് ടെസ്റ്റ്. എങ്ങനെയാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റ് ചെയ്യാം? To a little of the salt solution, freshly prepared ferrous sulfate solution is added to it. Then, equal volume of concentrated H2SO4 is added along the sides of the test tube. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റും കോൺസെൻട്രേറ്റഡ് H2SO4ഉം അതിലേക്ക് ഒഴിക്കുന്നു. അപ്പം സൈഡിലേ ഒഴിക്കുന്നു. അതൊക്കെ എടുത്ത് എഴുതണം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? സാൾട്ട് സൊല്യൂഷൻ പ്ലസ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ഫെറസ് സൾഫേറ്റ് പ്ലസ് കോൺസെൻട്രേറ്റഡ് H2SO4. അങ്ങനെ ആ റിയേജൻസ് കറക്റ്റ് വരണം അല്ലേ? നമ്മളിപ്പോൾ എഴുതുന്ന സെൻറ്റൻസിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാലും റിയേജൻസ് കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പം ഒഴിച്ചു. എന്താണ് ഇവിടെ കിട്ടുന്നത്? ബ്രൗൺ റിംഗ് ഈസ് ഫോംഡ് അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ദ സോൾട്ട് സൊല്യൂഷൻ ആൻഡ് കോൺസെൻട്രേറ്റഡ് H2SO4 അല്ലേ? ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. ബിറ്റ്വീൻ ആണ് ആ സോൾട്ട് സൊല്യൂഷൻ്റെയും കോൺസെൻട്രേറ്റഡ് H2SO4ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ബ്രൗൺ റിംഗ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഈസ് കൺഫേംഡ്. പ്രസൻസ് ഓഫ് നൈട്രേറ്റ് ഈസ് കൺഫേംഡ്. ഓക്കെ, ഞാനിവിടെ എഴുതാം കേട്ടോ. ബ്രൗൺ റിംഗ് ടെസ്റ്റ് സോൾട്ട് സൊല്യൂഷൻ ഷോർട്ട് ആക്കിയാണ് എഴുതുന്നത്. പ്ലസ് freshly prepared ferrous sulfate plus concentrated H2SO4. Observation: brown ring is formed. Brown ring is formed at the junction. Okay, presence of nitrate is confirmed. അപ്പോൾ എന്താ കിട്ടി? എനിക്ക് ആനയോൺ ഞാൻ കൺഫേം ചെയ്തു, നൈട്രേറ്റ് ആണെന്ന് ഞാൻ കൺഫേം ചെയ്തു. അപ്പോൾ ആനയോണിൻ്റെ പാർട്ട് അവിടെ തീർന്നു. ഓക്കെ, 8 മാർക്ക് കിട്ടി. ഇനി അടുത്ത 8 മാർക്കിനുള്ളത് ചെയ്യുക. എന്താണ്? അനാലിസിസ് ഓഫ് കാറ്റയോൺസ്. ഓക്കെ, ദെൻ അടുത്ത ഹെഡിങ് കൊടുക്കുക. സൈഡ് ഹെഡിങ് അനാലിസിസ് ഓഫ് കാറ്റയോൺ. ഇതിങ്ങനെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതി പോകണം. അനാലിസിസ് ഓഫ് കാറ്റയോൺസ് നോക്കുക. ഇതേപോലെ 3 കോളം വരയ്ക്കുക. ഓക്കെ, കാറ്റയോൺ അനലൈസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആദ്യം എഴുതേണ്ടത് ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ അല്ലേ? ഏത് ഗ്രൂപ്പാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതിനുശേഷം 2 കൺഫർമേറ്ററി ടെസ്റ്റ് എഴുതണം. കാരണം എന്താ? ഒരു ഗ്രൂപ്പിൽ തന്നെ ഒന്നിലധികം കാറ്റയോൺസ് ഉണ്ടാവും. അപ്പോൾ അതിലേത് കാറ്റയോൺ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റും അത് കൺഫേം ചെയ്യാനുള്ള ഒരു ടെസ്റ്റും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതുന്നത്. നിങ്ങൾ അത്രയൊന്നും പോകണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഓരോ ഗ്രൂപ്പിൽ ഏത് മെറ്റലാണ്, ഏത് എലമെൻ്റാണ് അല്ലെങ്കിൽ ഏത് കാറ്റയോൺ ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പം അതിൻ്റെ 2 കൺഫർമേറ്ററി ടെസ്റ്റ് പഠിച്ചു നോക്കുക. എന്നിട്ട് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ദാറ്റ് കാറ്റയോൺ എന്ന് പറഞ്ഞ് 2 എഴുതുക. ഓക്കെ, അപ്പോൾ അനാലിസിസ് ഓഫ് കാറ്റയോൺ. ഓക്കെ,
ദെൻ ഓരോ ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ. അപ്പോൾ ഏത് ഗ്രൂപ്പാണെന്നാണ് എഴുതേണ്ടത്? എനിക്ക് 0 അലൂമിനിയം ആണ് കിട്ടിയിരിക്കുന്നത്. അലൂമിനിയം നൈട്രേറ്റ് ആണ്. അപ്പോൾ അലൂമിനിയം വരുന്നത് 3rd ഗ്രൂപ്പാണ്. അപ്പോൾ നാം 3rd ഗ്രൂപ്പ് വരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതണം ആണല്ലോ. ഓക്കെ, ഇനി മഗ്നീഷ്യ കിട്ടിയിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ 6th ഗ്രൂപ്പ് വരെ എഴുതണം. അല്ലാണ്ട് നമുക്ക് കിട്ടിയ ഗ്രൂപ്പ് മാത്രം എഴുതിയാൽ പോരാ. അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ 0th ഗ്രൂപ്പ് തൊട്ടുള്ളത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കണം. ഓക്കെ, ദിസ് ഓഫ് കാറ്റോൺ പറയുമ്പോൾ ഞാൻ ആദ്യം, അതായത് അലൂമിനിയത്തിൻ്റെ എഴുതുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ആദ്യം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഷോർട്ടാക്കി എങ്ങനെ പഠിക്കേണ്ടതെന്നൊന്ന് പറഞ്ഞുതരാം. ആദ്യം Na2CO3 അല്ലെ, ആദ്യത്തേത് Na2CO3. Na2CO3 ഒഴിക്കുമ്പോൾ 2 ലിറ്റിൽ ഓഫ് ദ സോൾട്ട് Na2CO3 ഒഴിച്ചു കഴിയുമ്പോൾ എന്താണ് ഒബ്സർവേഷൻ? നോ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, നോ പ്രസിപ്പിറ്റേറ്റ്. ബാക്കി എല്ലാത്തിനും എന്താ? പ്രസിപ്പിറ്റേറ്റ് വരുമ്പോഴാണ് പ്രസൻസ് നമ്മൾ എഴുതുന്നത്. 0th ഗ്രൂപ്പ് അനലൈസ് ചെയ്യുമ്പം സോഡിയം കാർബണേറ്റ് സോൾട്ട് സൊല്യൂഷനിൽ ഒഴിച്ചു കഴിയുമ്പം പ്രസിപ്പിറ്റേറ്റ് വന്നില്ലെങ്കിലാണ് പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വിളിക്കുക Na2CO3 നോ പ്രസിപ്പിറ്റേറ്റ്, പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 0. ഗ്രൂപ്പ് 0th ഗ്രൂപ്പിലുള്ളത് നമ്മുടെ അമോണിയമാണ്. NH4+ അമോണിയമാണ് ഉണ്ടാവുക. ദെൻ രണ്ടാമത്തെ എന്താ? ഡൈല്യൂട്ട് HCl. ഓക്കെ, ഡൈല്യൂട്ട് HCl വരും. അപ്പോൾ ഗ്രൂപ്പ് 1 ആണ്. ദെൻ ഗ്രൂപ്പ് 1 നിങ്ങൾക്ക് ഉണ്ടാവും. ഗ്രൂപ്പ് 1 ലെഡ് ആണ്. അപ്പം ഡൈല്യൂട്ട് HCl ഒഴിക്കുമ്പം വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ എന്താ? പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 1 അതിലുണ്ടാവുക ലെഡ് ആണ്. ഓക്കെ, മൂന്നാമത്തത് ഡൈല്യൂട്ട് HCl പ്ലസ് H2S. ഇത് 2nd ഗ്രൂപ്പാണ്. 2nd ഗ്രൂപ്പ് നിങ്ങൾക്ക് ഒരിക്കലും തരില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോ ക്യാരക്ടറിസ്റ്റിക് ഒബ്സർവേഷൻ അല്ലെങ്കിൽ നോ പ്രസിപ്പിറ്റേറ്റ് അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണോ ഉള്ളത് അത് നിങ്ങൾ ശരിക്കും പഠിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് ഗ്രൂപ്പ് 2 തരില്ല. അപ്പം ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 2 എന്തായാലും ആബ്സെൻസ് ആയിരിക്കും വരുന്നത് കേട്ടോ. ആബ്സെൻസ് ആയിരിക്കും, കാരണം ഗ്രൂപ്പ് 2 നിങ്ങൾക്ക് തരില്ല, അതുകൊണ്ടാണ് വരുന്നത്. ദെൻ അടുത്തത് എന്താ? ഗ്രൂപ്പ് 3 ആണ് വരുന്നത്. അപ്പോൾ ഗ്രൂപ്പ് 3 വരുമ്പോൾ NH4Cl പ്ലസ് NH4OH. ഇനി ഇത് വെച്ചുള്ള കളിയാണ് അല്ലേ? NH4Cl NH4OH ആഡ് ചെയ്യുമ്പം വൈറ്റ് ജലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് വരികയാണെങ്കിൽ പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 3. ഗ്രൂപ്പ് 3 വരുന്നത് അലൂമിനിയമാണ്. ഓക്കെ, ദെൻ അടുത്തത് NH4Cl പ്ലസ് NH4OH. ഇത് തന്നെ പ്ലസ് H2S. ഓക്കെ, H2S അതും നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കാറില്ല. അപ്പോൾ ഇവിടെയും നോ പ്രസിപ്പിറ്റേറ്റ്. അത് ഞാൻ ചോദിക്കുന്നത് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നോ പ്രസിപ്പിറ്റേറ്റ്, ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 4. ഓക്കെ, ദെൻ അടുത്തത് എന്താ? 1 2 3 4 5 ആയി. അടുത്തത് 7 എണ്ണം ഉണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഇതേപോലെ തന്നെ NH4Cl പ്ലസ് NH4OH പ്ലസ് NH4 twice CO3 അമോണിയം കാർബണേറ്റ്. അതും നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പം നോ പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു നിങ്ങൾ എക്സാമിന് ഒരു മോഡൽ എക്സാം നടന്നു ടീച്ചറോട് ജസ്റ്റ് ചോദിച്ചു നോക്കുക ഏതൊക്കെയാണ് വരുന്നതെന്ന് ചോദിച്ചു നോക്കുക, പറഞ്ഞുതരും ഷുവർ. അപ്പോൾ ഇവിടെ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 5. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് വൺ. അവിടെ NH4Cl NH4OH NH4Cl പ്ലസ് NH4OH പ്ലസ് ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഓക്കെ, Na2HPO4 ഡൈസോഡിയം ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അതാണ് വരുന്നത്. അപ്പോൾ നോക്കി NH4Cl NH4OH NH4Cl NH4OH H2S NH4Cl NH4OH NH4 twice CO3 NH4Cl NH4OH Na2HPO4. ഓക്കെ, വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് ആണ്. വൈറ്റ് ക്രിസ്റ്റലൈൻ പ്രസിപ്പിറ്റേറ്റ് presence of group 6.
ഏതാ വരിക? മഗ്നീഷ്യം. ഓക്കെ, അപ്പം ഇത്രയും ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് മറക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് എളുപ്പമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാം. സ്ക്രീൻ നോക്കി അങ്ങനെ ഇതായിട്ട് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം കേട്ടോ. അപ്പം നമുക്കിത് വേഗം പഠിക്കാം. Na2CO3 ഡൈല്യൂട്ട് HCl plus H2S, NH4Cl plus NH4OH, NH4Cl plus NH4OH plus H2S, NH4Cl plus NH4OH plus NH4 and again NH4Cl plus NH4OH plus Na2HBO4. ഓക്കെ, ഇത് നമുക്ക് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ നമ്മുടെ മനസ്സിലത് തറോ ആയിക്കോളും. പിന്നെ എഴുതുമ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോത്തോ കൺഫ്യൂഷനൊന്നും വരത്തില്ല. ജസ്റ്റ് നിങ്ങൾ എക്സാമിന് മുമ്പ് ഒരു ദിവസം ടീച്ചറോട് ചോദിക്കുക കേട്ടോ. നിങ്ങളുടെ ടീച്ചറോട് ചോദിക്കുക ഏതൊക്കെയാണ് കാറ്റോൺസ് വരാൻ സാധ്യത എന്ന്. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് പഠിക്കാം. ഓക്കെ, അപ്പം എൻ്റെ അലൂമിനിയത്തിലേക്ക് ഞാൻ പോവാണ്. എനിക്ക് അലൂമിനിയം നൈട്രേറ്റ് ആയിട്ട് നൈട്രേറ്റിൻ്റെ അനാലിസിസ് എഴുതി, കൺഫർമേഷൻ എഴുതി, ദെൻ കാറ്റോണിൻ്റെ ആണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ എനിക്ക് ഇത് ചെയ്തപ്പം ഇവിടെ പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയത് അല്ലേ, പ്രസൻസ് ഓഫ് പ്രസിപ്പിറ്റേറ്റ്. അപ്പോൾ എന്താ കിട്ടിയത്? ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 0. കാരണം എനിക്കിവിടെ പ്രസൻസ് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്കിവിടെ നോ പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്താ ഗ്രൂപ്പ് 0 ഉണ്ടെന്നല്ലേ. പിന്നെ ഞാൻ ബാക്കി ചെയ്യേണ്ട കാര്യമില്ല. എവിടെയാണോ നമുക്ക് കിട്ടുന്നത് അവിടെ വെച്ച് നമുക്ക് നിർത്താം. പക്ഷെ അതുവരെ നമ്മൾ ചെയ്യണം അല്ലേ. അപ്പോൾ എനിക്കിപ്പം അലൂമിനിയം ആണ് കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ ഗ്രൂപ്പ് 0യുടെയും ഗ്രൂപ്പ് 1ൻ്റെയും ഗ്രൂപ്പ് 2ൻ്റെയും ഗ്രൂപ്പ് 3യുടെയും എഴുതണം. ഇനി എനിക്ക് മഗ്നീഷ്യം കിട്ടിയെങ്കിലോ ഞാനിത് ഇത്ര എഴുതണം. എന്നിട്ട് ഇതെല്ലാം നോ എന്താ ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 0, ആബ്സെൻസ് എഴുതിയിട്ട് ലാസ്റ്റിൽ മാത്രം പ്രസൻസ് എഴുതണം. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കിട്ടിയത് മാത്രമല്ല എഴുതേണ്ടത്, ആ കിട്ടിയത് വരെ നമ്മൾ ചെയ്യുന്നതെല്ലാം എഴുതണം കേട്ടോ. അതിനാണ് സിസ്റ്റമാറ്റിക്, അതിനാണ് മാർക്ക് ഉള്ളത്. അപ്പോൾ എനിക്ക് ഗ്രൂപ്പ് 3യിൽ കിട്ടി. അപ്പോൾ ഈ താഴോട്ടുള്ളതൊന്നും ഞാൻ എഴുതണ്ട, പക്ഷെ അതുവരെ എനിക്ക് എഴുതണം. അപ്പോൾ ഇവിടെ എനിക്ക് പ്രസിപ്പിറ്റേറ്റ് കിട്ടി, അതുകൊണ്ട് ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 0. ഇവിടെ എനിക്ക് നോ പ്രസിപ്പിറ്റേറ്റ്, അതുകൊണ്ട് ഇവിടെയും ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 1 അല്ല. ലെറ്റൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ എനിക്ക് നോ പ്രസിപ്പിറ്റേറ്റ്, ആബ്സെൻസ് ഓഫ് ഗ്രൂപ്പ് 2. ഇവിടെ എനിക്ക് കിട്ടി വൈറ്റ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്, പ്രസൻസ് ഓഫ് ഗ്രൂപ്പ് 3 അലൂമിനിയം. അപ്പോൾ ഇവിടെ വരെ ഞാൻ എഴുതിയാൽ മതി. ഇനി അങ്ങോട്ട് എഴുതണ്ട, പക്ഷെ ഇവിടെ വരെ എഴുതണം. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? ഇത് ഇന്റർ ഗ്രൂപ്പ് സെപ്പറേഷൻ ആണ്. നമുക്ക് ഗ്രൂപ്പ് ഏതാണെന്നാണ് കിട്ടിയത്. ഓക്കെ, നിങ്ങൾ അങ്ങനെയൊന്നും പഠിക്കണ്ട. ഇത് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. ഇനി എന്താ ചെയ്യണ്ടേ? നെക്സ്റ്റ് കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ഗ്രൂപ്പ് 3. ഓക്കെ, 2 എഴുതണം. ഓക്കെ, കാറ്റിയോണിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് 2 എഴുതണം. അപ്പോൾ അലൂമിനിയത്തിൻ്റെ 2 കൺഫർമേറ്ററി ടെസ്റ്റ് എഴുതുക. കാരണം ഇവിടെ നമ്മൾ ഗ്രൂപ്പ് 3 ആക്കാൻ കിട്ടി അല്ലേ. ഗ്രൂപ്പ് 3യിൽ എന്താ അലൂമിനിയം കൂടാതെ വേറെയും എലമെൻറ്റ്സ് ഉണ്ട്, കാറ്റിയോൺസ് ഉണ്ട്. അപ്പോൾ അതിലേതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമുക്കറിയാം അലൂമിനിയം ആണെന്ന്, എന്നാൽ നമ്മൾ അനലൈസ് ചെയ്ത് എഴുതും, അത് അതിൻ്റെ കറക്റ്റ് വേയിൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഇവിടെ നമ്മൾ ഗ്രൂപ്പ് കണ്ടുപിടിച്ചു. ഇവിടെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് എഴുതിയിട്ട് നമ്മൾ ഗ്രൂപ്പ് 3യിൽ അലൂമിനിയം ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. രണ്ടാമത്തെ ടെസ്റ്റ് എഴുതിയിട്ട് കൺഫേം ചെയ്യും. അതാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് അലൂമിനിയത്തിൻ്റെ ടെസ്റ്റ് ഞാൻ എഴുതുവാണ്. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് ഞാൻ എഴുതുവാണ്. ഫസ്റ്റ് അലൂമിനിയത്തിൻ്റെ കൺഫർമേറ്ററി ടെസ്റ്റ് എന്താ? ആഷ് ടെസ്റ്റാണ്. ആഷ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ അത് അങ്ങനെ തന്നെ എഴുതണം. ആഷ് ടെസ്റ്റ് എന്ന് എഴുതി മാത്രം എഴുതിയാൽ പോരാ, എന്താണ് ആഷ് ടെസ്റ്റ് എന്ന് എഴുതണം കേട്ടോ. എങ്ങനെയാണ് ആഷ് ടെസ്റ്റ് ചെയ്യുന്നത്? 2 ലിറ്റർ ഓഫ് ദ സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് കൊബാൾട്ട് നൈട്രേറ്റ് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് HNO3 ഒഴിക്കുക. എന്നിട്ടൊരു ഫിൽറ്റർ പേപ്പർ അല്ലേ, ഫിൽറ്റർ പേപ്പർ അതിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീയിൽ കാണിച്ച് കത്തിച്ച് നോക്കുക. അപ്പോൾ വരുന്ന ആഷിൻ്റെ കളർ എന്തായിരിക്കും? അലൂമിനിയം ആണെങ്കിൽ ബ്ലൂ ആഷ് ആയിരിക്കും. ഞാനിവിടെ ആഷ് ടെസ്റ്റ് എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ആഷ് ടെസ്റ്റ്. അപ്പോൾ ബ്ലൂ ആഷ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് അലൂമിനിയം ഈസ് ഐഡൻറ്റിഫൈഡ്. പ്രസൻസ് ഓഫ് അലൂമിനിയം ഈസ് ഐഡൻറ്റിഫൈഡ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ടെസ്റ്റ്. ഒരു ടെസ്റ്റും കൂടെ നമ്മൾ എഴുതണം. കാറ്റിയോണിന് കൺഫർമേറ്ററി 2 ടെസ്റ്റ്, ആനിയോണിന് കൺഫർമേറ്ററി 1 ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റ് 2 ലിറ്റർ ഓഫ് സോൾട്ട് സൊല്യൂഷൻ NaOH സൊല്യൂഷൻ ഈസ് ആഡഡ് ഡ്രോപ്പ് വൈസ് ടിൽ ഇൻ എക്സസ്. അതാണ് രണ്ടാമത്തത്. ഓക്കെ,
NaOH. അപ്പോൾ ഇവിടെ കിട്ടേണ്ടത് ഒരു വൈറ്റ് ജെലാറ്റിനസ് precipitate soluble in excess NaOH. വൈറ്റ് gelatinous precipitate. Okay, then ഇവിടെ എന്താ എഴുതാം? Presence of aluminum is confirmed. Presence of aluminum is confirmed. Okay, നമ്മുടെ സിസ്റ്റമാറ്റിക് അനാലിസിസ് കഴിഞ്ഞു. ഇനി എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തതിൻ്റെ റിസൾട്ട് എടുത്തെഴുതാം. ഓക്കെ, റിസൾട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ റിസൾട്ട് എങ്ങനെ എഴുതേണ്ടത്? The given salt contain dash anion and dash cation. Okay, അപ്പം ഇങ്ങനെയാണ്. The given salt contain dash anion and dash cation. Therefore, the given salt is dash. Okay. The given salt contain dash anion and dash cation. Therefore, the given salt is dash. ഇതാണ് റിസൾട്ടിന്റെ ഒരു ഫോം. ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് അലൂമിനിയം നൈട്രേറ്റ് ആണ്. അപ്പം ഞാൻ ഫില്ല് ചെയ്യാം. എങ്ങനെ? The given salt contain ഏതാണ് ആനിയോൺ? നൈട്രേറ്റ് ആനിയോൺ ആൻഡ് അലൂമിനിയം cation. Therefore, the given salt is aluminum nitrate. ഓക്കെ, അപ്പം നമ്മുടെ റിസൾട്ട് എഴുതി കഴിഞ്ഞു. കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാം. ഓക്കെ, എത്രയാണ്? 16 മാർക്കും സ്കോർ ചെയ്യാം. പിന്നെ 2 മാർക്ക് വൈവയ്ക്കും 4 മാർക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ്. അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 40 മാർക്ക്. ഓക്കെ, എസ്റ്റിമേഷൻ്റെ എത്ര? 18 മാർക്കും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കാണുക, ഇതുപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.